सकल संतापनाशन जगन्नाथ विष्णु हरे नारायणाय नमः। न त्वं वरुं परिचु कर्म व्यपायमिह मध्ये भवि किलुमदिल्लेङ्गिलुं किमपि तत्त्वादिയിൽ പരമുദിച്ചോരു ബോധമനു ചിത്തേ വരേണ്ടതിഹ നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ. ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ ഹരിനാമ കീർത്തനത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് തുടർന്ന് കേൾക്കാം. ഏതായാലും ഈ ജന്മത്തിൽ തന്നെ കർമ്മഗതി പൂർണ്ണമായി നിലച്ച് ജീവൻ മുക്തി വന്നില്ലെങ്കിൽ പോലും തത്വവിചാരം കൊണ്ടുണ്ടായ ജ്ഞാനാനുഭൂതി വിട്ടുപോകാതെ തുടരണമെന്നാണ് അടുത്ത പദ്യത്തിൽ ആചാര്യൻ അപേക്ഷിക്കുന്നത്. 44-ാം പദ്യം. നത്വം വരും പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലുമതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമത് ചിത്തേ വരേണ്ടതിഹ നാരായണായ നമഃ. ഇഹ മധ്യേ, ഈ ലോകത്ത് ശരീരയാത്ര തുടർന്നുകൊണ്ടിരിക്കവേ തന്നെ നത്വം ആനന്ദരൂപം അഥവാ ബ്രഹ്മസ്വരൂപം വരും പരിച്ച് കൈവരുമാറ് കർമ്മവ്യപായം പൂർണ്ണമായ കർമ്മനിവൃത്തി ഭവിക്കിലും അതില്ലെങ്കിലും കിമപി ഉണ്ടായാലും ഇല്ലെങ്കിലും തത്വാദിയിൽ തത്വങ്ങൾക്കെല്ലാം ആദിയായ പരമാത്മാവിൽ പരം വ്യക്തമായി ഉദിച്ചൊരു ബോധം തെളിഞ്ഞ ജ്ഞാനാനുഭവം അത് ചിത്തേ വരേണ്ടതിഹ വിട്ടുപോകാതെ ഉള്ളിൽ തുടർന്ന് നിലനിൽക്കണം. നാരായണായ നമഃ. നാരായണനായിക്കൊണ്ട് നമസ്കാരം. ഈ ലോകത്ത് ശരീരയാത്ര തുടർന്നുകൊണ്ടിരിക്കവേ തന്നെ ആനന്ദസ്വരൂപമായ ബ്രഹ്മരൂപം കൈവരുമാറ് പൂർണ്ണമായ കർമ്മനിവൃത്തി ഉണ്ടായാലും ഇല്ലെങ്കിലും തത്വങ്ങൾക്കെല്ലാം ആദിയായ പരമാത്മാവിൽ വ്യക്തമായി തെളിഞ്ഞ് ജ്ഞാനാനുഭവം വിട്ടുപോകാതെ ഉള്ളിൽ തുടർന്ന് നിലനിൽക്കണം. നാരായണന് നമസ്കാരം. ജ്ഞാനോദയവും ജീവൻ മുക്തിയും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർമ്മം പൂർണ്ണമായി ഒടുങ്ങി ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തിൽ ദൃഢമായ നിഷ്ഠ സംഭവിക്കുന്നതാണ് ജീവൻ മുക്തി. ഈ ജീവൻ മുക്തി കൈവരുന്നതിന് മുമ്പ് തന്നെ പ്രത്യക്ഷമായ തത്വജ്ഞാനമുണ്ടാവാം. തത്വജ്ഞാനമുണ്ടായാലും കർമ്മമയമായ മനസ്സും വാസനാമണ്ഡലവും പൂർണ്ണമായി ഒടുങ്ങിക്കിട്ടണമെന്നില്ല. മനോനാശവും വാസനാക്ഷയവും പൂർണ്ണമായാലേ ജീവൻ മുക്തി കൈവരൂ. തത്വജ്ഞാനം, വാസനാക്ഷയം, മനോനാശം എന്നിവ ഒരുമിച്ച് അഭ്യസിച്ചാണ് ജീവൻ മുക്തി നേടേണ്ടത്. എന്നാൽ ജ്ഞാനോദയമുണ്ടായാൽ ജീവൻ മുക്തി സംഭവിച്ചില്ലെങ്കിലും ദോഷമൊന്നും വരാനില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷസ്ഥിതി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ജീവൻ മുക്തിയുടെ പ്രധാന പ്രയോജനം. ജീവൻ മുക്തി ലഭിച്ചില്ലെങ്കിൽ പോലും ജ്ഞാനിക്ക് വിദേഹമുക്തി സുനിശ്ചിതമാണ്. പ്രത്യക്ഷമായ വസ്തുബോധമാണ് ജ്ഞാനം. അതൊരിക്കലുണ്ടായാൽ പിന്നെ ഒരു കാരണവശാലും നഷ്ടപ്പെടുന്നതല്ല. ഈ സത്യാനുഭവ രഹസ്യങ്ങളെല്ലാം ജീവൻ മുക്തി വിവേകം എന്ന കൃതിയിൽ ശ്രീ വിദ്യാരണ്യസ്വാമികൾ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വേദാന്ത അനുഭവ പാരംഗതനായ തുഞ്ചത്താചാര്യൻ ജീവൻ മുക്തി ലഭ്യമായില്ലെങ്കിൽ പോലും പ്രത്യക്ഷമായ വസ്തുബോധത്തിന് കോട്ടം വരരുതേ, കോട്ടം സംഭവിക്കരുതേ എന്നാണ് പ്രസ്തുത ശ്ലോകത്തിൽ അപേക്ഷിച്ചിരിക്കുന്നത്. കർമ്മത്തിൻ്റെ സൂക്ഷ്മരൂപങ്ങളാണ് മനസ്സും വാസനയും. കർമ്മത്തിൻ്റെ സൂക്ഷ്മരൂപങ്ങളാണ് മനസ്സും വാസനയും. സങ്കല്പമയമാണ് മനസ്സ്. അതിന് വിത്തായി ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സൂക്ഷ്മകർമ്മമാണ് വാസന. വസ്തുബോധമില്ലാതെ
സംഘബദ്ധമായി കർമ്മം ചെയ്യുന്നവരുടെ എല്ലാ കർമ്മങ്ങളും ഫലലാഭത്തോടെ വാസനാരൂപത്തിൽ ഉള്ളിലടിയും. അത് പിന്നീട് സങ്കല്പാത്മകമായ മനസ്സിന് രൂപം കൊടുക്കും. അങ്ങനെ ജന്മങ്ങൾ തുടർന്നു പോകാൻ ഇടവരും. ജ്ഞാനലാഭത്തോടെ സഞ്ചിതവും ആഗാമിയുമായ കർമ്മങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. പ്രാരബ്ധം അവശേഷിക്കും. പ്രാരബ്ധവും ഒടുങ്ങുന്നതോടെ ജീവൻ മുക്തി കരഗതമാകും. അതുകൊണ്ട് പ്രസ്തുത ശ്ലോകത്തിൽ കർമ്മവ്യപായം എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സും വാസനയും ഒടുങ്ങി പ്രാരബ്ധം ഉൾപ്പെടെയുള്ള കർമ്മം നിവർത്തിക്കുന്നതിനെക്കുറിച്ചാണെന്ന് ഓർമ്മിക്കണം. തത്വാദിയാണ് പരബ്രഹ്മമെന്ന് കണ്ടുവല്ലോ. അതുകൊണ്ട് തന്നെ സകല നാമരൂപങ്ങളിലും സാരഭൂതമായി വർത്തിക്കുന്നത് പരബ്രഹ്മമാണെന്ന് നിശ്ചയിക്കാം. വിശേഷിച്ചും ശബ്ദങ്ങളിൽ ബോധവസ്തുവിൻ്റെ സ്ഥിതി ആർക്കും വിചാരം ചെയ്താൽ കണ്ടെത്താൻ കഴിയും. ശബ്ദത്തിൻ്റെ ഉറവിടമായ ബ്രഹ്മത്തെ ശബ്ദത്തിൽ കൂടി കണ്ടെത്താൻ വേദം അനുശാസിച്ചിട്ടുമുണ്ട്. ഇക്കാര്യങ്ങളാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല